ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻസിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ്. പേജ് നമ്പർ 102. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹക്കച്ചവടമാണ്. അപ്പം അങ്ങനെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഡീലിങ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 8 എണ്ണമായിട്ടാണ്. ഓപ്ഷൻ ഡീലിങ്സ്, മാർജിൻ ട്രേഡിംഗ്, ആർബിട്രേജ്, വാൾസെയില്, ബ്ലാങ്ക് ട്രാൻസ്ഫേഴ്സ്, ക്യാരി ഓവർ ഓർ ബാൻഡ്ല ട്രാൻസാക്ഷൻ, കോർണറിംഗ്, റിഗ്ഗിംഗ് ദ മാർക്കറ്റ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസും ടെക്നോളജിക്കൽ ചേഞ്ചസ് എല്ലാം വന്നതുകൊണ്ട് ഇതിൽ പല സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിനും ഇപ്പം നിലനിൽപ്പില്ല. അതായത് അതെല്ലാം ഇറലവൻറ്റോ അൺപ്രോഫിറ്റബിളോ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ബ്ലാങ്ക് ട്രാൻസ്ഫർ, ക്യാരി ഫോർവേഡ്, കോർണറിങ്, ഈ പറഞ്ഞ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇപ്പോൾ അധികമായിട്ട് അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നടക്കുന്നില്ല. ഇനി നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാനില്ല. ഫസ്റ്റ് വണ്ണാണ് ഓപ്ഷൻ ഡീലിങ്സ്. ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റാണ്. റൈറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ മേടിക്കാനുള്ള റൈറ്റ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ വിൽക്കാനായിട്ടുള്ള റൈറ്റ് ആവാം. ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിനുള്ളിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ സ്പെസിഫൈഡ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനായിട്ടുള്ള റൈറ്റിനെയാണ് നമ്മൾ ഓപ്ഷൻ ഡീലിങ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഷെയറിനകത്തുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡീലിങ്സ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക്കിയാണ്. അപ്പോൾ ഈ ഒരു റിസ്ക് ഓഫ് ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെക്കുലേറ്റേഴ്സ് ഓപ്ഷൻ ഡീലിങ്സുകളിൽ ഏർപ്പെടുന്നത്. ഓപ്ഷൻ ഡീലിങ്ങുകളിൽ അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പെക്കുലേറ്റർ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ആ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇയാൾക്ക് കിട്ടുന്ന ഒരു റൈറ്റാണ്. ആ കോൺട്രാക്റ്റ് വഴി സ്പെക്കുലേറ്ററിന് ഒരു റൈറ്റാണ് കിട്ടുന്നത്. എയ്തർ ടു ബൈ ഓർ സെൽ സർട്ടൈൻ സെക്യൂരിറ്റീസ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ സ്പെസിഫിക് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനായിട്ടുള്ള കോൺട്രാക്റ്റിലാണ് ഇയാളെ ഏർപ്പെടുന്നത്. ആ ഒരു കോൺട്രാക്റ്റിന് പ്രകാരം സ്പെക്കുലേറ്റർക്ക് അത് വാങ്ങാനോ വിൽക്കാനോ ആയിട്ടുള്ള റൈറ്റാണ് അവൈലബിൾ ആവുന്നത്. ഇപ്പോൾ ഈ സ്പെക്കുലേറ്റർ എന്ന് പറയുന്നത് ഒരു ബുൾ സ്പെക്കുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇയാൾ പർച്ചേസ് ഓപ്ഷനിലായിരിക്കും ഏർപ്പെടുന്നത്. ഇനി ബിയർ സ്പെക്കുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ സെയിൽ ഓപ്ഷനിലായിരിക്കും ഇയാൾ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇയാൾ ഒരു ചെറിയ എമൗണ്ട്, ഒരു സർട്ടൈൻ സം ഓഫ് മണി ഇയാൾ കൺസിഡറേഷനായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇയാൾക്കൊരു റൈറ്റ് ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ റൈറ്റ് കിട്ടുന്നതിന് പകരമായിട്ട് ഇയാൾ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ആ എമൗണ്ടിനെയാണ് നമ്മൾ ഓപ്ഷൻ മണി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ശരിക്കും ഈ ഒരു ഷെയർ വാങ്ങാനോ വിൽക്കാനോ അതിൻ്റെ ഡെലിവറി എടുക്കാനായിട്ടോ ഡെലിവറി ഗീവ് ചെയ്യാനായിട്ടോ ഉള്ള ഇൻറ്റൻഷനൊന്നും കാണത്തില്ല. അങ്ങനെ ഒരു ആക്ച്വൽ ഇൻറ്റൻഷൻ ഇല്ലാതെ ആയിരിക്കും ഇയാൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഡെലിവറി ചെയ്യാനായിട്ട് ഇയാൾക്ക് ഉദ്ദേശം ഇല്ലെങ്കിലും ഇയാൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ എക്സ്പെക്റ്റേഷന് എതിരായിട്ട് പ്രൈസ് ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇയാളെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൈസ് ഫ്ലക്ച്വേഷൻ്റെ അകത്തുനിന്ന് ഇയാൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഇയാൾ ഏർപ്പെടുന്നത്. ശരിക്കും ഒരു ഇൻഷുറൻസിൻ്റെ ഫലമാണ്. നമ്മൾ റിസ്കിന് അഗേൻസ്റ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ് ആ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ്റെ റിസ്കിനെതിരായിട്ട് ആ ഒരു റിസ്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഓപ്ഷൻ ഡീലിങ്സിൽ ഏർപ്പെടുന്നത്. ഈ ഓപ്ഷൻ ഡീലിങ്സ് എന്ന് പറയുന്നത് 3 കാറ്റഗറിയാണുള്ളത്: കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ടു ബൈ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഷെയർ ബൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ളതാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബുൾ സ്പെക്കുലേറ്റേഴ്സാണ് സാധാരണ കോൾ ഓപ്ഷൻസിൽ ഏർപ്പെടുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പെക്കുലേറ്റേഴ്സ് അറിയപ്പെടുന്നത് തേജി സൗദ എന്നാണ്. അടുത്ത പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു സെല്ലാണ്. റൈറ്റ് ടു സെൽ ഓർ നോട്ട് ടു സെൽ. ഒരു സ്പെസിഫിക് ഡേറ്റിൽ സ്പെസിഫിക് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് വിൽക്കാനായിട്ടുള്ള ഒരാളുടെ അവകാശമാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബിയർ സ്പെക്കുലേറ്റേഴ്സാണ് ഈ ഒരു സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിൽ സാധാരണ എൻ്റർ ചെയ്യുന്നത്. ഇവരറിയപ്പെടുന്നത് മാണ്ഡി സൗദ എന്നാണ്. അടുത്ത കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ 2 എണ്ണത്തിനും കൂടെ ഒരു കോമ്പിനേഷനാണ്. റൈറ്റ് എയ്തർ ടു ബൈ ഓർ സെല്ലാണ്. അത് ഒന്നുകിൽ മേടിക്കുക അല്ലെങ്കിൽ വിൽക്കുക, രണ്ടിനും ഉള്ള അവകാശമുള്ളതാണ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അവർ തേജി മാണ്ഡി അല്ലെങ്കിൽ അഗലി സൗദ എന്നുള്ള പേരിലാണ് നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്നത്. ഈ ഓപ്ഷൻ ഡീലിങ്സുകളെക്കുറിച്ച് നമുക്കിനി മൊഡ്യൂൾ 5 കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വണ്ണാണ് മാർജിൻ ട്രേഡിംഗ്.
മാർജിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്ത ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റമാണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ മാർജിൻ ട്രേഡിങ്ങിൻ്റെ അകത്ത് ക്ലയൻറ്റ് ബ്രോക്കറുടെ അടുത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, കുറച്ച് എമൗണ്ട് ക്യാഷോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇയാൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ഇയാൾ ഒരു കാര്യം എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഒരു അക്കൗണ്ടിൽ ഒരു സർട്ടൈൻ മാർജിൻ, ഒരു സർട്ടൈൻ എമൗണ്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തോളാം എന്നും കൂടെ ഇയാൾ എഗ്രി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ബ്രോക്കർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിനെ പർച്ചേസും ബാക്കിയുള്ള ചാർജസ് എല്ലാം ഡെബിറ്റ് ചെയ്യും. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് വന്നിരിക്കുന്നതും പിന്നെ സെയിൽ വഴി കിട്ടിയിരിക്കുന്ന എമൗണ്ടെല്ലാം ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രൈസസ് ഫേവറബിളായിട്ട് വരുന്ന സമയത്ത് ക്ലയൻറ്റ് ബ്രോക്കറിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യും, ബ്രോക്കറിനോട് സംസാരിക്കുക അല്ലെങ്കിൽ ബ്രോക്കറുമായിട്ട് പറയും സെക്യൂരിറ്റീസ് വിൽക്കാനായിട്ട്. പ്രൈസ് ഫേവറബിൾ ആണെങ്കിൽ സെക്യൂരിറ്റീസ് വിൽക്കാനായിട്ട് ഇയാൾക്ക് നിർദ്ദേശം കൊടുക്കും. ഈ സെക്യൂരിറ്റീസ് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ലാഭം എന്താണോ, കിട്ടുന്ന തുക എന്താണോ അത് ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ നമ്മൾ കാണിക്കും. അപ്പം കൂടുതൽ ഒരു എമൗണ്ട് ഇയാളുടെ അക്കൗണ്ടിൽ വരും. ആ കൂടുതൽ വരുന്ന തുകയും പിന്നീട് ഫർദർ പർച്ചേസുകൾ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഈ പ്രൈസ് ഡിഫറൻസുകളാണ് സാധാരണ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും കാണിക്കാറുള്ളൂ. സാധാരണ എല്ലാ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസും ഈ ഒരു മാർജിൻ ട്രേഡിങ്ങിൻ്റെ ബേസിസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടി ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യും. പിന്നെ ക്ലയൻറ്റ് ഓവർ ട്രേഡിങ് നടത്താതിരിക്കും. പിന്നെ എപ്പോഴും ക്ലയൻറ്റ് ഒരു സർട്ടൈൻ മാർജിൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വണ്ണാണ് ആർബിട്രേജ്. ഹൈലി സ്പെഷ്യലൈസ്ഡും സ്കില്ലഡും ആയിട്ടുള്ള സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റിയാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മാർക്കറ്റുകളിലെ പ്രൈസ് ഡിഫറൻസിനെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഡിഫറൻസിൻ്റെ അകത്തുനിന്ന് ബെനിഫിറ്റ് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് സെയിം സെക്യൂരിറ്റി സൈമൾട്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് തന്നെ വിൽക്കും. ഒരേ സമയത്ത് തന്നെ ഒരിടത്തുനിന്ന് വാങ്ങും, വേറൊരിടത്ത് അതേ ഷെയർ വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറഞ്ഞിടത്തുനിന്ന് വാങ്ങി കൂടിയെടുത്ത് വിൽക്കുമ്പം ആ ഒരു പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നതാണ് സ്പെക്കുലേറ്റർക്കുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വിക്ക് പ്രോഫിറ്റാണ് ഇതിൻ്റെ അകത്തൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ പ്രൈസ് കുറഞ്ഞ മാർക്കറ്റിൽ നിന്ന് വാങ്ങി പ്രൈസ് കൂടിയ മാർക്കറ്റിലാണ് വിൽക്കുന്നത്. ഈ രണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് സെയിം കൺട്രിയിൽ തന്നെ ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡൊമസ്റ്റിക് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ രണ്ട് മാർക്കറ്റും ഡിഫറൻ്റ് ആയിട്ടുള്ള കൺട്രീസാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഫോറിൻ ആർബിട്രേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മാർക്കറ്റിലെ പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരുപാട് നേരമൊന്നും നിൽക്കില്ല, അത് പെട്ടെന്ന് തന്നെ ഈക്വലൈസ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്പെക്കുലേറ്ററിന് ഈ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു പ്രവർത്തിനെ ട്രാഫിക് ഇൻ സെക്യൂരിറ്റീസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴിയും ഈ രണ്ട് മാർക്കറ്റിലെ പ്രൈസുകളെ തമ്മിൽ ലെവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വണ്ണാണ് വാൾ സെയിൽസ്. വാൾ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്റ്റീഷ്യസ് ട്രാൻസാക്ഷൻ, അതായത് ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു ഇടപാടാണ്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെക്കുലേറ്റർ തൻ്റെ കയ്യിലുള്ള ഷെയർ വിൽക്കും. എന്നിട്ട് അതേ ഷെയർ തന്നെ ഏതെങ്കിലും ബ്രോക്കർ വഴി കുറച്ചുകൂടെ കൂടിയ പ്രൈസിൽ, ഹയർ പ്രൈസിൽ റീപർച്ചേസ് ചെയ്യും. ആക്ച്വലായിട്ട് അവിടെ ശരിക്കും ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, പക്ഷേ ഇയാൾ ഷെയർ വിറ്റതായിട്ടും സ്പെക്കുലേറ്റർ വഴി കുറച്ചുകൂടെ കൂടിയ പ്രൈസിൽ അത് വാങ്ങിയതായിട്ടും കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിക്കുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ലാത്തതുകൊണ്ടാണ് അതിനെ വാൾ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്പെക്കുലേറ്റേഴ്സിൻ്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റേഴ്സിന് ശരിക്കും ഒരു കൺഫ്യൂഷൻ തോന്നും, ആക്ച്വലായിട്ട് പ്രൈസ് മൂവ്മെൻറ്റ് കൂടുവാണോ, പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുവാണോ എന്നുള്ളൊരു ഡൗട്ട് അവർക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ അകത്തൂടെ ഒരു ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് പ്രൈസ് റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പ്രൈസ് റൈസായി കഴിയുമ്പം ആ കൂടിയ വിലയ്ക്ക് ഇയാൾ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റീസ് വിൽക്കും. ഈ വാൾ സെയിൽ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ റൂൾസ് ഈ ഒരു ട്രാൻസാക്ഷൻസിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി ഈടാക്കാറുണ്ട്. ഫിഫ്ത്ത് വണ്ണാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ട്രാൻസ്ഫർ ഡീഡിൽ ട്രാൻസ്ഫറിയുടെ പേര് മെൻഷൻ ചെയ്യാതെ കാണിക്കുന്ന ട്രാൻസ്ഫറാണ് ബ്ലാങ്കറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് തവണ ഈ ഒരു ഷെയർ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തു പോകും. എന്നിട്ട് ഫസ്റ്റ് ആർക്കാണോ ഈ ഷെയർ സ്വന്തം പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളത് അയാളുടെ കയ്യിലെത്തിക്കഴിയുമ്പോൾ ഇയാൾക്ക് ആ ഒരു ബ്ലാങ്ക് ട്രാൻസ്ഫർ സെക്യൂരിറ്റി ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് സ്വന്തം പേരിലേക്ക് ആക്കാനായിട്ട് സാധിക്കും. അതായത് പേരില്ലാത്തതുകൊണ്ട് എത്ര വേണമെന്നുണ്ടെങ്കിലും അത് കൈമാറ്റം ചെയ്യാം. എന്നിട്ട് ആർക്കാണോ അത് സ്വന്തം പേരിലാക്കാനായിട്ട് താല്പര്യമുള്ളത് അയാളുടെ കയ്യിലെത്തിക്കഴിയുമ്പോൾ മാത്രം അത് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് പേരില്ലാത്തതുകൊണ്ടാണ് അതിനെ ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി പിന്നെ വേറെ കുറച്ച് ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതുവഴി നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലാസ്റ്റ് ഒരാൾ സ്വന്തം പേരിലാക്കുന്ന സമയത്ത് മാത്രമേ അതിന് ഈ പറഞ്ഞ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതിനു മുമ്പ് നടക്കുന്ന എല്ലാ ട്രാൻസ്ഫറുകളും ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും പേ ചെയ്യാതെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റീസ് എല്ലാം ഇപ്പോൾ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണുള്ളത്, ഇലക്ട്രോണിക് ഫോമിലാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി ഒരു ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറലവൻ്റ് ആയിട്ട് മാറി, അതിന് പ്രാധാന്യം ഇല്ലെന്നായിട്ട് മാറിയിട്ടുണ്ട്. 6th വണ്ണാണ് കോർണറിങ്. ഒരു കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടീഷനാണ്, ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the entire supply of a particular security is held by an individual or a group of individual. ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി, അതായത് ഒരു കമ്പനിയുടെ മൊത്തം സെക്യൂരിറ്റീസും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾ മാത്രം കൈവശം വെച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കോർണർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പെക്കുലേറ്റേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബിയർ സ്പെക്കുലേറ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് ഈ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ആ മാർക്കറ്റിലുള്ള ഫുൾ സെക്യൂരിറ്റീസ് അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സ്കാർസിറ്റി അവിടെ ആ ഒരു അവർ കൈവശം മേടിച്ച് വെക്കുന്നത്, ഇവർ മേടിക്കുന്ന ഷെയർ ഇവർ വീണ്ടും റീസെല് ചെയ്യുന്നില്ലേ, എല്ലാം ഇവരുടെ കയ്യിലേക്ക് വാങ്ങാനായിട്ടാണ് ഇവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. റീസെയിൽ കോൺട്രാക്റ്റിലൊന്നും ഏർപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയറിന് മാർക്കറ്റിലെ സ്കാർസിറ്റി ദൗർലഭ്യം അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ ആ ഒരു ദൗർലഭ്യം ഏർപ്പെടുന്ന സമയത്ത് ഇവർ ബിയർ സ്പെക്കുലേറ്ററിനോട് ആവശ്യപ്പെടും, ഷെയറിൻ്റെ ആക്ച്വൽ ഡെലിവറി നടത്താനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ബിയർ സ്പെക്കുലേറ്റേഴ്സിന് ആ ഒരു ഇവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ബിയർ സ്പെക്കുലേറ്റേഴ്സ് എപ്പോഴും ചെയ്യുന്ന എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കയ്യിലില്ലാത്ത ഷെയർ വിൽക്കാനായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് ബിയർ സ്പെക്കുലേറ്റേഴ്സ്. വില കുറയുമ്പോൾ മേടിച്ച് വിൽക്കാം എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ഷെയറേ മാർക്കറ്റിൽ കാണത്തില്ല, ഫുള്ള് വേറെ ആരുടെങ്കിലും കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബുൾ സ്പെക്കുലേറ്റർ ബിയർ സ്പെക്കുലേറ്ററിനോട് ശക്തമായിട്ട് ആവശ്യപ്പെടും, എത്രയും പെട്ടെന്ന് അത് ഡെലിവറി ചെയ്യണമെന്ന് വേണ്ടി ആവശ്യപ്പെടും. പക്ഷേ ബിയർ സ്പെക്കുലേറ്റേഴ്സിന് അത് ഫുൾഫില്ല് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവർക്ക് ആ ഒരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബിയർ സ്പെക്കുലേറ്റർ ലെയിം ഡക്കായിട്ട് മാറും. അപ്പോൾ ഇതും ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മുടെ മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു സ്കാർസിറ്റി, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്കാർസിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസിൻ്റെ നോർമൽ സപ്ലൈനെ അത് അഫക്റ്റ് ചെയ്യും. ജെന്യൂൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ അത് ഹിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാഡ് ആക്ടിവിറ്റി ആയിട്ടാണ് ഈ ഒരു കോർണറിങ്ങിനെ കരുതപ്പെടുന്നത്. 7th വണ്ണാണ് റിഗിങ് ദ മാർക്കറ്റ്. റിഗിങ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ പുഷപ്പ് റൈസ് ചെയ്യുന്നതാണ് റിഗിങ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബുൾ സ്പെക്കുലേറ്റേഴ്സാണ് ഈ ഒരു ആക്ടിവിറ്റി ക്യാരി ഓൺ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ബുൾ മൂവ്മെൻറ്റ് കാരണം സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂടുതലാവുകയും അങ്ങനെ ഒരു ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് റൈസ് ആയി കഴിയുമ്പോൾ ബുൾ സ്പെക്കുലേറ്റേഴ്സ് അവരുടെ കയ്യിലിരിക്കുന്ന ഷെയർ സെല്ല് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത്രയാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് കർബ് മാർക്കറ്റ് ഓർ ട്രേഡിംഗ്. കർബ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ചിട്ട് ഔട്ട്സൈഡ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ ഒഫീഷ്യൽ ട്രേഡിംഗ് ടൈം, ഒഫീഷ്യലായിട്ടുള്ള ട്രേഡിംഗ് ടൈം അവസാനിച്ചതിന് ശേഷമോ നടത്തുന്ന അൺഒഫീഷ്യലായിട്ടുള്ള ട്രേഡിങ്ങുകളാണ് കർബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ
ഒഫീഷ്യൽ ട്രേഡിംഗ് ടൈം അവസാനിച്ചതിന് ശേഷം അൺഒഫീഷ്യലായിട്ട് നടക്കുന്ന ട്രേഡിങ്ങുകളാണ് കർബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ഗ്രേ മാർക്കറ്റ്. ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അൺഒഫീഷ്യൽ മാർക്കറ്റുകളാണ്. ട്രേഡിംഗ് ഓൺ അപ്ലൈഡ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, ഇതുവരെ അലോട്ട്മെൻറ്റ് നടക്കാത്ത പുതിയ ഇഷ്യൂ നടത്തുന്ന ഷെയറുകളില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഷെയറുകൾ അൺഒഫീഷ്യലായിട്ട് ട്രാൻസാക്റ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ചില ആൾക്കാരുണ്ടായിരിക്കും ഇപ്പോൾ ഷെയർ മേടിക്കണം എന്ന് അവർക്ക് താല്പര്യമുണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മെയിനായിട്ട് ഗ്രേ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ. ഗ്രേ മാർക്കറ്റിലെ സെല്ലേഴ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും സെല്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ലാത്ത ഷെയറുകളാണ് അവർ ഗ്രേ മാർക്കറ്റ് വഴി വിറ്റഴിക്കുന്നത്. നെക്സ്റ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇൻസൈഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കമ്പനിയായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ആ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിങ്ങിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പം ഈ കമ്പനിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായി കഴിയുമ്പോൾ അവർക്ക് കമ്പനിയെക്കുറിച്ചുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് കിട്ടാത്ത ഇൻഫർമേഷൻസ് പോലും അവർക്ക് പ്രൈസ് സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് പോലും ഇൻസൈഡേഴ്സിന് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ നടത്തുന്ന ട്രാൻസാക്ഷനാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഇല്ലീഗൽ പ്രാക്ടീസാണ്. അവിടെ കമ്പനീസ് ആക്ട് 2013 ഇൻസൈഡറുടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇൻസൈഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു കണക്റ്റഡ് പേഴ്സൺ ആവാം, എ കണക്റ്റഡ് പേഴ്സൺ ഓർ ഇൻ പൊസഷൻ ഓഫ് ഓർ ഹാവിങ് ആക്സസ് ടു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഒന്നുകിൽ കമ്പനിയുടെ കണക്റ്റഡ് പേഴ്സൺ ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്ത കമ്പനിയുടെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ പൊസഷനുള്ള വ്യക്തിയാവാം. കണക്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും കണക്റ്റഡ് പേഴ്സൺസ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പൊസസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന് ആക്സസബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ പറഞ്ഞ ഇൻസൈഡേഴ്സ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്, ഡിവിഡൻറ്റ്, പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ചേഞ്ച്, മെർജർ, അക്വിസിഷൻസ്, കീ പേഴ്സണൽസിൻ്റെ ചേഞ്ച്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാവുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷെയറിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് ആ ഷെയർ വെച്ച് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. സെബി റെഗുലേഷൻസ് ആൻഡ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഈ പറഞ്ഞ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. 2015 സെബി റെഗുലേഷൻസ് 2015 ആക്ട് പ്രകാരം ഈ പറഞ്ഞ തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഇൻസൈഡേഴ്സിന് ലഭിക്കാനായിട്ട് പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ഈച്ച് ആൻഡ് എവരി കമ്പനി ഷുഡ് ഫോർമുലേറ്റ് ആൻ ഇൻസൈഡർ ട്രേഡിംഗ് പോളിസി എന്ന് പറഞ്ഞിട്ടൊരു നയം എല്ലാ കമ്പനികളും ഫോം ചെയ്യണം, നിർബന്ധമായിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലയൻസ് ഓഫീസറിനെയും കൂടി അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും, അതായത് കമ്പനിയുടെ എല്ലാ ഇൻസൈഡേഴ്സും അവരുടെ ഷെയർ ഹോൾഡിങ്സിനെ സംബന്ധിച്ച ഇൻഫർമേഷൻസ് കണ്ടിന്യൂവൽ ബേസിസ് സ്ഥിരമായിട്ട് ഒരു ഇൻ്റർവെല്ലിട്ട് സ്ഥിരമായിട്ട് ഈ കംപ്ലയൻസ് ഓഫീസറിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കംപ്ലയൻസ് ഓഫീസറുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു ഇൻസൈഡർ ഗിൽറ്റി കാണിച്ചു അല്ലെങ്കിൽ ഒരാളുടെ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണിഷബിളാണ്. ഇംപ്രിസൺമെൻറ്റ് വരെ 5 വർഷം വരെ നീളുന്ന ജയിൽവാസവും പിന്നെ 5 ലക്ഷം രൂപ മുതൽ 25 കോടി രൂപ വരെയുള്ള പെനാൽറ്റി ഇവർ പേ ചെയ്യേണ്ടതായിട്ട് വരും. 5 ലക്ഷം മുതൽ 25 കോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ വഴി അവർ ഏൺ ചെയ്ത തുക, എത്ര എമൗണ്ടാണ് ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് അതിൻ്റെ 3 ടൈംസ് ഏതാണോ കൂടുതൽ അതായിരിക്കും ഇവർ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2ഉം കൂടെ പേ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്.
ഇത്രയും നന്നായിട്ട് വായിച്ച് നോക്കുക. താങ്ക് യു.